ഹായ് എവരി വൺ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് മൊഡ്യൂൾ 3 ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ചെറിയൊരു മൊഡ്യൂളാണ്, കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിൽ പഠിക്കാനുള്ളൂ. അപ്പോൾ ഈ മൊഡ്യൂളിൻ്റെ ഈ ചാപ്റ്ററിൻ്റെ പേര് മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ ആണ്. മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ, യൂണിവേരിയേറ്റ് കേസ്, അതായത് ഒരു വേരിയബിളിൻ്റെ കേസിലുള്ള മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. എക്സ്പെക്റ്റേഷൻ്റെ ഡെഫിനിഷൻ നോക്കാം. Definition: if x is a discrete random variable with the probability function p of x or f of x, then the expected value, expectation തന്നെ expected value എന്നും പറയും, expectation എന്നും പറയും. അപ്പോൾ നിങ്ങൾ expected valueൻ്റെ ബ്രാക്കറ്റിൽ എന്ത് എഴുതണം? expectation എന്നും കൂടി എഴുതി വെക്കണം കേട്ടോ, രണ്ടും ഒന്ന് തന്നെയാണ്. For x is e of x equal to summation over x into p of x as long as the sum is absolutely convergent. If x is a continuous random variable with the probability density function f of x, the expected value of x is e of x equal to integral minus infinity to infinity x into f of x dx as long as the integral is absolutely convergent. അപ്പോൾ എന്താ പറഞ്ഞത്? ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. അപ്പോൾ ഈ പി ഓഫ് എക്സ് ഓർ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് അതിൻ്റെ എന്താണ്? ഡെൻസിറ്റി ഫംഗ്ഷനാണ്. അപ്പോൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ എക്സ്പെക്റ്റേഷൻ എന്താണ്? ആ ഓരോ റാൻഡം വേരിയബിളും അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റിൻ്റെ പ്രൊഡക്റ്റ് കാണുക, അതിൻ്റെയൊക്കെ കൂടി സമ്മ് കാണുക, അതാണ് എന്ത് വരിക? എക്സ്പെക്റ്റേഷൻ വരിക. ഇനി അപ്പോൾ നമുക്ക് ഈ സമ്മ് പറഞ്ഞ് ചിലപ്പോൾ നമുക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് റാൻഡം വേരിയബിൾ ഉണ്ടെന്ന് വിചാരിക്കാം. റാൻഡം വേരിയബിൾസിന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വാല്യൂസ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈ സമ്മ് ചിലപ്പോൾ കാണാൻ പറ്റിക്കോണമെന്നില്ല, ചില സമയത്ത് കാണാൻ പറ്റും. അപ്പോൾ അതെന്താണ്? കൺവേർജൻ്റ് ആണ്. അതായത് നമുക്കതിൽ ഒരു പോയിന്റിലേക്ക് നമുക്കതൊരു പോയിൻ്റായിട്ട് കിട്ടണം, അപ്പോഴേ എന്താവുള്ളൂ അവിടെ എക്സ്പെക്റ്റേഷൻ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ എല്ലാ സമയത്തും അങ്ങനെ ചിലപ്പോൾ എക്സിസ്റ്റ് ചെയ്തോളണമെന്നില്ല. നമുക്ക് എക്സാമ്പിൾ പറയാം കേട്ടോ. ഇനി കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ കേസിൽ എക്സ്പെക്റ്റേഷൻ്റെ ഡെഫിനിഷൻ എന്താ? ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. അതായത് റാൻഡം വേരിയബിളിൻ്റെ വാല്യൂവും അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി ഫംഗ്ഷനും അതിൻ്റെ രണ്ടിൻ്റെയും പ്രൊഡക്റ്റ് കാണുക, എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഇൻ്റഗ്രലും തന്നെ ഇതൊരു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി വരെയുള്ള ഇൻ്റഗ്രൽ ആയതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും ഇതെന്തായിക്കോണമെന്നില്ല, എക്സിസ്റ്റ് ചെയ്തോളണമെന്നില്ല. അതുകൊണ്ടാണ് ഈ ഇൻ്റഗ്രൽ എന്താവണം? കൺവേർജൻ്റ് ആവണം. അതായത് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ നമുക്കൊരു ഫൈനൈറ്റ് നമ്പർ കിട്ടുമ്പോഴേ ഉള്ളൂ ഇതിൻ്റെ എക്സ്പെക്റ്റേഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി നമുക്കിതിൻ്റെ ഒന്ന് രണ്ട് നോട്ട്സ് പറയാം. അതായത് ഈ എക്സ്പെക്റ്റേഷനെ നമ്മളൊരു ആവറേജ് എന്നും പറയും. ഈ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സിനെ മീൻ ഓഫ് എക്സ്, എക്സ്പെക്റ്റേഷനെ നമ്മൾ എന്തും കൂടി പറയും? എക്സ്പെക്റ്റേഷനെ മീൻ ഓഫ് എക്സ് അല്ലെങ്കിൽ ആവറേജ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഇത് റാൻഡം വേരിയബിളിൻ്റെ മീൻ ഓർ ആവറേജ് എന്നൊക്കെ പറയും. റാൻഡം വേരിയബിളിൻ്റെ മീനാണ് കേട്ടോ. നമ്മൾ മുന്നേ പഠിച്ചതല്ല. മുന്നേ നമ്മൾ റാൻഡം വേരിയബിൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ആദ്യം നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഒക്കെ പറയുന്ന സമയത്ത്. ഇപ്പോഴാണ് നമ്മൾ റാൻഡം വേരിയബിൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ റാൻഡം വേരിയബിളിൻ്റെയാണ് എന്ത്? മീൻ എന്ന് പറയുന്നത്. അപ്പോൾ മീൻ ഓഫ് റാൻഡം വേരിയബിൾ ഓർ ആവറേജ് ഓഫ് റാൻഡം വേരിയബിൾ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ, എക്സ്പെക്റ്റഡ് വാല്യൂ, അങ്ങനെ പല പേരുകളിലും ഇതിനെ നമ്മൾ വിളിക്കാറുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എല്ലാ റാൻഡം വേരിയബിൾസിനും എക്സ്പെക്റ്റേഷൻ എന്ത് ചെയ്യാമെന്നില്ല, എക്സിസ്റ്റ് ചെയ്തോളണമെന്നില്ല. ഫോർ ഓൾ റാൻഡം വേരിയബിൾസ് എക്സ്പെക്റ്റേഷൻ ഡു നോട്ട് എക്സിസ്റ്റ് ചെയ്യണം എന്നില്ല. അപ്പോൾ അതിന് നമുക്ക് എക്സാമ്പിൾ നോക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റത്തെ എക്സാമ്പിൾ നോക്കുക. Consider a random variable x, assuming the values 0 factorial, 1 factorial, 2 factorial, etc. with the probability ലോ എന്ന് പറയുന്നത് ഇവിടെ പ്രോബിലിറ്റി ഫംഗ്ഷൻ എന്നാട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ്? പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഫാക്ടോറിയലിൻ്റെ പ്രോബിലിറ്റി എന്താ? e⁻⁻1 ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ എക്സ് ഈക്വൽ ടു 0, 1, 2, 3. അപ്പോൾ റാൻഡം വേരിയബിളിൻ്റെ വാല്യൂസ് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? 0 ഫാക്ടോറിയൽ, 1 ഫാക്ടോറിയൽ, 2 ഫാക്ടോറിയൽ, അങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി എന്താ തന്നിട്ടുള്ളത്? പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഫാക്ടോറിയൽ ആകുമ്പോഴുള്ള പ്രോബിലിറ്റി എന്താ? e⁻⁻1 ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ ആണ്. എക്സിൻ്റെ വാല്യൂസ് ഏതൊക്കെ വരാം? 0 വരാം, 1 വരാം, 2 വരാം അല്ലേ. അപ്പോൾ 0, 1, 2, 3 അങ്ങനെ വരാം. അപ്പോൾ ഇതാണ് നമുക്ക്, അതായത് റാൻഡം വേരിയബിൾസിൻ്റെ വാല്യൂസും തന്നിട്ടുണ്ട്, ഡെൻസിറ്റി ഫംഗ്ഷനും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ് അല്ലേ. ഓരോ ഡിസ്ക്രീറ്റ് ആയിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്, ഒരു ഇൻ്റർവെൽ ഒന്നും അല്ല, കണ്ടിന്യൂസ് അല്ല. അപ്പോൾ അതുകൊണ്ട് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. അപ്പോൾ നമുക്കിവിടെ സമ്മേഷനാണ് എക്സ്പെക്റ്റേഷനിൽ വരിക. അപ്പോൾ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് ഓവറോൾ എക്സിൽ സമ്മ് ചെയ്യുക. അപ്പോൾ എക്സ് ഈക്വൽ 0 മുതലാണ് ഇവിടെ തുടങ്ങുന്നത്. അപ്പോൾ 0 to ഇൻഫിനിറ്റി എക്സ് ഫാക്ടോറിയൽ. എക്സ് ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സിന് പകരം എക്സ് ഫാക്ടോറിയൽ എന്നാണ് തന്നിട്ടുള്ളത്.
നമ്മൾ എക്സ് ഫാക്ടോറിയൽ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഫാക്ടോറിയൽ. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് 0 to ∞ എക്സ് ഫാക്ടോറിയൽ അങ്ങനെ തന്നെ എഴുതി. പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഫാക്ടോറിയൽ എന്താ, e⁻⁻1 ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഇവിടെ നമുക്ക് എന്താ വെച്ചാൽ ഇത് എൻഡ് ചെയ്യണില്ല, ഇതിങ്ങനെ ഇൻഫിനിറ്റി ആയിട്ട് ഇങ്ങനെ 0 ഫാക്ടോറിയൽ 1 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ 3 ഫാക്ടോറിയൽ അങ്ങനെ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓരോന്നിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് സം എഴുതുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ഒരു ഫൈനൈറ്റ് എണ്ണമൊക്കെ ആണെങ്കിൽ നമുക്ക് ഓരോന്നിൻ്റെയും പ്രൊഡക്റ്റ് കാണാം, അതായത് ഇതിൻ്റെ പ്രൊഡക്റ്റ് ഇൻറ്റു ഇവിടുത്തെ പ്രോബിലിറ്റിൻ്റെ പ്രൊഡക്റ്റ്, പിന്നെ 1 ഫാക്ടോറിയൽ ഇവിടുത്തെ പ്രോബിലിറ്റി, അങ്ങനെ നമുക്ക് ഫൈനൈറ്റ് എണ്ണാണെങ്കിൽ നമുക്ക് അങ്ങനെ പ്രൊഡക്റ്റ് കണ്ട് സമ്മ് ചെയ്യാം. പക്ഷേ ഇവിടെ ഇൻഫിനിറ്റ് എണ്ണ ആകുമ്പോൾ നമുക്ക് അങ്ങനെ ഒറ്റയടിക്ക് സമ്മ് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മളിങ്ങനെ അതിൻ്റെ ജനറലൈസ് ചെയ്തിട്ടുള്ള ഫോർമുല തന്നെ ജനറലൈസ് ചെയ്തിട്ട് തന്നെ ഉപയോഗിക്കണം. അതുകൊണ്ടാണ് നമ്മളിവിടെ എക്സ് ഫാക്ടോറിയൽ e⁻⁻1 ബൈ എക്സ് ഫാക്ടോറിയൽ ജനറലായിട്ട് എഴുതിയത്. അല്ലാതെ നമ്മൾ 0 ഫാക്ടോറിയൽ ഇൻറ്റു e⁻⁻1 ബൈ 0 ഫാക്ടോറിയൽ പ്ലസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു e⁻⁻1 ബൈ 1 ഫാക്ടോറിയൽ അങ്ങനെ എഴുതി ചെയ്യാത്ത എന്താ അങ്ങനെ എഴുതാൻ പറ്റില്ല. കാരണം ഇവിടെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എണ്ണ ഉണ്ട്, അപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടൂല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ എഴുതിയത്. അപ്പോൾ ഇവിടെ എക്സ് ഫാക്ടോറിയലും എക്സ് ഫാക്ടോറിയലും നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലേ. e⁻⁻1 ഈ e⁻⁻1 എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കോൺസ്റ്റൻ്റ് ആണ്. അത് നമുക്ക് സമ്മേഷൻ്റെ ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ നമുക്ക് സമ്മേഷൻ്റെ ഉള്ളിൽ 1 ഉണ്ടാവുള്ളൂ, കാരണം ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1 വരും. ആ 1 മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി 0 മുതൽ ഇൻഫിനിറ്റി വരെ 1 ആഡ് ചെയ്യുക. അതായത് ഇവിടെ എന്താ വരിക, e⁻⁻1 നമ്മൾ ഔട്ട് സൈഡ് എടുത്തു, എക്സിന് 0, ഇവിടെ എക്സ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഇല്ല. അപ്പോൾ സമ്മേഷൻ 1 ആണ്. അപ്പോൾ 1 എത്ര വരെയും ആവാം. അപ്പോൾ നമുക്ക് എന്ത് വരാം, 1+1+1+ അങ്ങനെ ഇൻഫിനിറ്റ്ലി വൺസ് ഉണ്ട്. അതൊക്കെ കൂട്ടിയാൽ നമുക്ക് എന്താ കിട്ടുക, ഇൻഫിനിറ്റി അല്ലേ കിട്ടുക. അപ്പോൾ ഇവിടെ എന്താ കിട്ടിയത്, ഈ സമ്മേഷൻ എന്താ വരുന്നത്, ഇൻഫിനിറ്റി ആണ് വരുന്നത്. അതുകൊണ്ട് ഇത് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഫൈനൈറ്റ് റിയൽ നമ്പർ ആണോ, അല്ല. അപ്പോൾ അതെന്താണ്, ഡൈവേർജൻ്റ് ആണ്. അപ്പോൾ ഇവിടെ എന്തില്ല, എക്സ്പെക്റ്റേഷൻ ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പോൾ ഇതിപ്പോൾ നമ്മളെന്താണ്, ഒരു കണ്ടിന്യൂസ് അല്ല ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ കേസിലാണ് ഇപ്പോൾ ഇത് എക്സ്പെക്റ്റേഷൻ എക്സിസ്റ്റ് ചെയ്യണില്ല എന്ന് കണ്ടത്. ഇനി നമുക്കിതുപോലെ എക്സ്പെക്റ്റേഷൻ എക്സിസ്റ്റ് ചെയ്യാത്ത ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ നോക്കാം. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇവിടെ റാൻഡം വേരിയബിൾ തന്നിട്ടുള്ളത് റാൻഡം വേരിയബിൾ എന്നാണ് തന്നിട്ട്. അപ്പോൾ റാൻഡം വേരിയബിൾ എക്സിൻ്റെ വാല്യൂ എവിടെയാണ്, 1 മുതൽ ഇൻഫിനിറ്റി വരെ ഏത് വാല്യൂവും ആവാം. അവിടെ ഫംഗ്ഷൻ തന്നിട്ടുള്ളത് എന്താണ്, 1/x² ആണ് തന്നിട്ടുള്ളത്. ബാക്കിയുള്ളിടത്തൊക്കെ 0 ആണ് ഫംഗ്ഷൻ്റെ വാല്യൂ. അപ്പോൾ ഇവിടെ റാൻഡം വേരിയബിൾ 1 മുതൽ ഇൻഫിനിറ്റി വരെ ഏത് വാല്യൂ ആവാം, ബാക്കിയുള്ള നമ്പേഴ്സും ആവാം. അതായത് നമുക്കിതൊരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. അതായത് -∞ അങ്ങനെ എൽസ്വെയറും ഡിഫൈൻ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ -∞ മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഏത് വാല്യൂവും നമ്മൾക്ക് ഇവിടെ എന്താവാം, റാൻഡം വേരിയബിളിൻ്റെ വാല്യൂ ആവാം. അതുകൊണ്ട് തന്നെ ഇതെന്താണ്, ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്താ വരിക, ഇൻ്റഗ്രൽ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. അപ്പോൾ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ത് ചെയ്യുന്നു, 1/x². അപ്പോൾ ഇവിടെ നമുക്ക് 1 to ഇൻഫിനിറ്റിയെ തുടങ്ങുന്നുള്ളൂ, ബാക്കിയുള്ളടത്ത് 0 അല്ലേ. അപ്പോൾ നമ്മളിവിടെ ഇൻ്റഗ്രൽ എന്ത് കൊടുത്താൽ മതി, 1 to ഇൻഫിനിറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഇൻ എഫക്റ്റ് ശരിക്കും -∞ to ഇൻഫിനിറ്റി വരും. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, -∞ to 1 പ്ലസ് 1 to ഇൻഫിനിറ്റി എന്ന് എഴുതാം. അപ്പോൾ -∞ to 1 വരെ ഫംഗ്ഷൻ്റെ വാല്യൂ 0 വരിക. അപ്പോൾ പിന്നെ ഈ ഇൻ്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യൂല. അപ്പോൾ നമുക്ക് 1 to ഇൻഫിനിറ്റി എന്നുള്ളത് മതി. അപ്പോൾ നമുക്കിവിടെ 1 to ഇൻഫിനിറ്റി കൊടുത്തു, എക്സ് ഇൻറ്റു 1/x². അപ്പോൾ എക്സ് അങ്ങനെ കൊടുത്തു, എഫ് ഓഫ് എക്സ് 1/x². ഈ x² എക്സും ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഈ x² എക്സും ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 1/x എന്ന് വരും. എന്താ 1/xൻ്റെ ഇൻ്റഗ്രൽ എന്തായിരുന്നു, ലോഗ് എക്സ് അല്ലേ, ലോഗ് എക്സ് എന്നായി വരിക. അപ്പോൾ വിത്തിൻ ദ ലിമിറ്റ് 1 to ഇൻഫിനിറ്റി. അപ്പോൾ നമുക്ക് എന്ത് വരും, ലോഗ് ഇൻഫിനിറ്റി മൈനസ് ലോഗ് 1 എന്ന് വരും ലിമിറ്റ് കൊടുക്കുമ്പോൾ. ലോഗ് 1 0 ആണ്, ലോഗ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കിട്ടുന്നത്, ഇൻഫിനിറ്റി ആണ്. അതായത് ഡൈവേർജസ് ടു ഇൻഫിനിറ്റിയിലേക്കാണ് അത് ഡൈവേർജ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതെന്തില്ല, ഇതിനൊരു ഫൈനൈറ്റ് സം എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇവിടെ എന്തില്ല, എക്സ്പെക്റ്റേഷൻ ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പോൾ എല്ലാ സമയത്തും എക്സ്പെക്റ്റേഷൻ എക്സിസ്റ്റ് ചെയ്തോളണമെന്നില്ല. അപ്പോൾ അതിന് നമ്മൾ 2 എക്സാമ്പിളാണ് പറഞ്ഞത്. ഇനി നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എ ഫംഗ്ഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ. അതായത് നമ്മളിപ്പോൾ തൊട്ട് മുന്നത്തെ ഡെഫിനേഷനിൽ പറഞ്ഞത് എക്സ്പെക്റ്റേഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ ആയിരുന്നു, ഒരു റാൻഡം വേരിയബിളിൻ്റെ എക്സ്പെക്റ്റേഷൻ. ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്, എക്സ്പെക്റ്റേഷൻ ഓഫ് എ ഫംഗ്ഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ. ഒരു റാൻഡം വേരിയബിളിൻ്റെ ഒരു ഫംഗ്ഷൻ, അതിൻ്റെ എക്സ്പെക്റ്റേഷൻ. അതായത് ലെറ്റ് g ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു റാൻഡം വേരിയബിളിലുള്ള ഒരു ഫംഗ്ഷനാണ്. കണ്ടോ, ഇവിടെ എക്സ് ആണ്, ഇവിടെ ക്യാപിറ്റൽ എക്സ് ആണ്. അപ്പോൾ g ഓഫ് ക്യാപിറ്റൽ എക്സ് അപ്പോൾ റാൻഡം വേരിയബിളിലുള്ള ഒരു ഫംഗ്ഷനാണ്. അങ്ങനെയാണെങ്കിൽ ഈ g ഓഫ് എക്സിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്താ വരിക, നേരത്തെ നമ്മൾ എക്സിൻ്റെ എക്സ്പെക്റ്റേഷനാണ് കണ്ടിരുന്നത്. അപ്പോൾ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് ആയിരുന്നു. ഇവിടെ g ഓഫ് എക്സിൻ്റെ എക്സ്പെക്റ്റേഷനാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് g ഓഫ് എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് കൊടുക്കുക. എക്സ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ സമ്മേഷൻ വരും, എക്സ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആകുമ്പോൾ ഇൻ്റഗ്രൽ വരും. അപ്പോൾ നേരത്തെ ഡെഫിനേഷൻ അതിൻ്റെ അതുപോലെ തന്നെയാണ്. എക്സിന് പകരം ഇവിടെ g ഓഫ് എക്സ് കൊടുക്കണം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സമ്മൊക്കെ എക്സിസ്റ്റ് ചെയ്താൽ മാത്രമേ ഇതെന്ത് ചെയ്യുള്ളൂ, എക്സ്പെക്റ്റേഷൻ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഇനി ഇതിൻ്റെ ഈ എക്സ്പെക്റ്റേഷൻ്റെ 1-2 പ്രോപ്പർട്ടീസ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി, ഇഫ് എക്സ് ഈസ് എ റാൻഡം വേരിയബിൾ ദെൻ ഇ ഓഫ് സി, സി എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്താ വരിക, സി തന്നെയാണ് വരിക. അപ്പോൾ എക്സ് ബി റാൻഡം വേരിയബിൾ ആണ് വിത്ത് PDF എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്തും ആവട്ടെ, എഫ് ഓഫ് എക്സ് എന്തും ആവാം. അപ്പോൾ കോൺസ്റ്റൻറ്റിൻ്റെ ഒരു കോൺസ്റ്റൻറ്റ് ആണെങ്കിൽ അതിൻ്റെ എന്താ പറയുക
എക്സ്പെക്ടേഷൻ എന്താ വരിക? ഇ ഓഫ് സി ഈക്വൽ ടു ഇൻ്റഗ്രൽ -∞ ടു ∞ സി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നല്ലേ വരിക. അതായത് റാൻഡം വേരിയബിളിൻ്റെ വാല്യൂ ഒരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സീനെ നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം അല്ലേ, സി കോൺസ്റ്റൻ്റ് അല്ലേ. ഇനി ഈ ഇൻ്റഗ്രൽ -∞ ടു ∞ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്താ വരിക? കാരണം എഫ് ഓഫ് എക്സ് ഒരു ഡെൻസിറ്റി ഫംഗ്ഷനാണ്. എഫ് ഓഫ് എക്സ് ഡെൻസിറ്റി ഫംഗ്ഷൻ ആണെങ്കിൽ ഇൻ്റഗ്രൽ -∞ ടു ∞ എഫ് ഓഫ് എക്സ് എന്താ വരിക? 1 ആണ് വരിക. നമ്മൾ ഡെൻസിറ്റി ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ പഠിച്ചപ്പോൾ അവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 1 ആണ് വരിക. അപ്പോൾ നമുക്ക് എന്തേ ഉണ്ടാവുള്ളൂ? സി ഇൻറ്റു 1 ദാറ്റ്സ് ഈക്വൽ ടു സി. അപ്പോൾ എക്സ്പെക്ടേഷൻ എന്താ കിട്ടിയത്? സി. അതായത് എക്സ് ഈസ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ കോൺസ്റ്റൻറ്റിൻ്റെ എക്സ്പെക്ടേഷൻ എന്താ തന്നെ വരിക? കോൺസ്റ്റൻറ്റ്. ആ കോൺസ്റ്റൻറ്റ് തന്നെയാണ് വരിക. ഇനി നെക്സ്റ്റ് പ്രോപ്പർട്ടി ഇ ഓഫ് സി ഇൻറ്റു ജി ഓഫ് എക്സ് ഈക്വൽ ടു സി ഇൻറ്റു ഇ ഓഫ് ജി ഓഫ് എക്സ്. സി ഇസ് എ കോൺസ്റ്റൻറ്റ്. ഇപ്പോൾ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് റാൻഡം വേരിയബിളിൽ ഒരു ഫംഗ്ഷനും സി എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റൻറ്റും ആണെങ്കിൽ ഇ ഓഫ് സി ഇൻറ്റു ജി ഓഫ് എക്സ് ഈക്വൽ ടു സി ഇൻറ്റു ഇ ഓഫ് ജി ഓഫ് എക്സ് എന്ന് വരും. അപ്പോൾ ലെറ്റ് എക്സ് ബി എ റാൻഡം വേരിയബിൾ ഹാവിംഗ് ദ പി ഡി എഫ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ആണ് അതിൻ്റെ പി ഡി എഫ്. ജി ഓഫ് എക്സ് ബി എനി ഫംഗ്ഷൻ ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ ഇ ഓഫ് സി ഇൻറ്റു ജി ഓഫ് എക്സ് എന്താ വരിക? കാരണം നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ റാൻഡം വേരിയബിളിൻ്റെ ഫംഗ്ഷൻ്റെ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇവിടെ ആ ഫംഗ്ഷൻ്റെ സ്ഥാനത്ത് കിടക്കുന്നത് സി ഇൻറ്റു ജി ഓഫ് എക്സ്. അപ്പോൾ ഇവിടെ എന്താ കിടക്കുന്നത് അത് ഇവിടെ കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ സി ഇൻറ്റു ജി ഓഫ് എക്സ് പിന്നെ ഇൻറ്റു എഫ് ഓഫ് എക്സ് വരും. അപ്പോൾ -∞ ടു ∞. കാരണം ഇവിടെ നമ്മൾ ജനറൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ കേസ് അതായത് ഇൻ്റഗ്രലാണ് യൂസ് ചെയ്യുക കേട്ടോ. സമ്മേഷൻ യൂസ് ചെയ്താലും നമുക്ക് കിട്ടും, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് അധികം കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്നുള്ളൊരു കേസ് ആ ഒരു ഇതിൽ നമ്മൾ ഇൻ്റഗ്രൽ -∞ ടു ∞ ആണ് എടുക്കുന്നത്. സമ്മേഷൻ എടുത്താലും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എക്സ്പെക്ടേഷനിൽ ഇവിടെ എന്താണോ അത് ഇവിടെ എഴുതുക, പിന്നെ ഇൻറ്റു എഫ് ഓഫ് എക്സ് എഴുതുക. അതാണ് എക്സ്പെക്ടേഷൻ വരിക. അപ്പോൾ ഇവിടെ സി എന്ന് പറഞ്ഞ കോൺസ്റ്റൻ്റ് അത് നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം അല്ലേ. ഇനി ജി ഓഫ് എക്സിൻ്റെ ഈ ഇൻ്റഗ്രൽ -∞ ടു ∞ ജി ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്താ? ഇ ഓഫ് ജി ഓഫ് എക്സ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ എക്സ്പെക്ടേഷൻ ഓഫ് എ ഫംഗ്ഷൻ ഓഫ് റാൻഡം വേരിയബിൾ പറഞ്ഞില്ല. അപ്പോൾ ഇൻ്റഗ്രൽ -∞ ടു ∞ ജി ഓഫ് എക്സിൻ്റെ എഫ് ഓഫ് എക്സ് എന്താ വരിക? ഇ ഓഫ് ജി ഓഫ് എക്സ് ആണ് വരിക. അപ്പോൾ നമുക്ക് ഇവിടെ അത് കിട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ ജി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ റാൻഡം വേരിയബിളിൻ്റെ ഫംഗ്ഷൻ, അതുകൊണ്ട് ഇവിടെ ക്യാപിറ്റൽ എക്സ് കൊടുത്തത്. പിന്നെ ഇത് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഒരു ഫംഗ്ഷൻ ഉള്ള ഒരു ഇതിലാണ് നമ്മളതിന് സ്മോൾ എക്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രോപ്പർട്ടി അടുത്ത പ്രോപ്പർട്ടി നോക്കാം. ഇ ഓഫ് എ എക്സ് പ്ലസ് ബി ഈക്വൽ ടു എ ഇൻറ്റു ഇ ഓഫ് എക്സ് പ്ലസ് ബി where a and b are constants. അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇ ഓഫ് എ എക്സ് പ്ലസ് ബി എന്താ വരിക? ഇവിടെ എന്താണെന്ന് നോക്കുക. എക്സ്പെക്ടേഷൻ്റെ ഉള്ളിൽ എന്താ എ എക്സ് പ്ലസ് ബി അത് ഇവിടെ കൊടുക്കുക. ഇൻറ്റു എഫ് ഓഫ് എക്സ് ഇൻ്റഗ്രൽ -∞ ടു ∞. ഇനി ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം അല്ലേ. ഇതിനെ നമുക്ക് എ ഇൻറ്റു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് ബി ഇൻറ്റു എഫ് ഓഫ് എക്സ് അങ്ങനെ എഴുതാം. അപ്പോൾ ഈ എ കോൺസ്റ്റൻ്റ് ആയത് നമ്മൾ ഔട്ട് സൈഡ് എടുത്തു. ഇതെന്താ വരിക? -∞ ടു ∞ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്താ വരിക? ഇ ഓഫ് എക്സ് ആണ് വരിക. പ്ലസ് ബി ഇൻറ്റു നേരത്തെ പറഞ്ഞു -∞ ടു ∞ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്താ വരിക? 1 ആണ് വരിക. അപ്പോൾ ബി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എ ഇൻറ്റു ഇ ഓഫ് എക്സ് പ്ലസ് ബി. ഇതാണ് തേർഡ് പ്രോപ്പർട്ടി. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു പ്രോപ്പർട്ടിയും കൂടി ഉണ്ട്. അതും വളരെ സിമ്പിളാണ്. അതിങ്ങനെയാണ് പറയുന്നത്. അതായത് ഫോർത്ത് പ്രോപ്പർട്ടി ഇ ഓഫ് ജി ഓഫ് എക്സ് പ്ലസ് എച്ച് ഓഫ് എക്സ്. അതായത് രണ്ട് ഫംഗ്ഷൻ്റെ സമ്മിൻ്റെ എക്സ്പെക്ടേഷൻ എന്താ വരിക? ഇ ഓഫ് ജി ഓഫ് എക്സ് പ്ലസ് ഇ ഓഫ് എച്ച് ഓഫ് എക്സ് ഇങ്ങനെ വരും. അപ്പോൾ ഇതെങ്ങനെ കാണുക? ഇതെടുക്കുക. ഇ ഓഫ് ജി ഓഫ് എക്സ് പ്ലസ് എച്ച് ഓഫ് എക്സ് എന്താ വരിക? ഇൻ്റഗ്രൽ -∞ ടു ∞ ജി ഓഫ് എക്സ് പ്ലസ് എച്ച് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് അല്ലേ. എന്താണോ നമ്മൾ എക്സ്പെക്ടേഷൻ്റെ ഉള്ളിലുള്ളത് അത് കൊടുക്കുക, ഇൻറ്റു എഫ് ഓഫ് എക്സ് കൊടുക്കുക. അതാണ് എക്സ്പെക്ടേഷൻ വരിക. ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതാം. -∞ ടു ∞ ജി ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ -∞ ടു ∞ എച്ച് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇങ്ങനെ കൊടുക്കുക അല്ലേ. അപ്പോൾ ഇതെന്താ? ഇ ഓഫ് ജി ഓഫ് എക്സ്. ഇതെന്താ? ഇ ഓഫ് എച്ച് ഓഫ് എക്സ്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? ഇ ഓഫ് ജി ഓഫ് എക്സ് പ്ലസ് ഇ ഓഫ് എച്ച് ഓഫ് എക്സ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇ ഓഫ് ജി ഓഫ് എക്സ് പ്ലസ് എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു ഇ ഓഫ് ജി ഓഫ് എക്സ് പ്ലസ് ഇ ഓഫ് എച്ച് ഓഫ് എക്സ് എന്ന് കിട്ടി. അപ്പോൾ ഇന്ന് ഇത്രയാണ് നമ്മൾ എക്സ്പെക്ടേഷൻ പറഞ്ഞു. പിന്നെ എന്ത് ചെയ്തു? അതിൻ്റെ 1-2 പ്രോപ്പർട്ടീസുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ നോട്ട്സൊക്കെ എഴുതുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു ഓൾ.